മഴ ആണ് ഒരു പ്രധാനപ്പെട്ട കാരണം മഴ സമയത്ത് നമുക്കൊരു റിസ്ക് കൂടുന്നുണ്ട്. ഇപ്പോൾ മഴ കുറവായി, അതുകൊണ്ട് ട്രാഫിക് നമുക്ക് ഇന്നലെ രാത്രി അലൗ ചെയ്തിട്ടുണ്ട്. സിംഗിൾ ഇൻ ട്രാഫിക്കാണ് ബേസിക്കലി നമുക്ക് ടാർഗറ്റ് എന്താണ്, നമുക്ക് റൂട്ടീനായിട്ട് പോകണം, വണ്ടി നമുക്ക് പോകണം. പിന്നെ പരിശോധന ഓൾറെഡി ഇന്നലെ ഡേ ബിഫോർ യെസ്റ്റർഡേയും പിന്നെ ഇന്നലെയും സോയിൽ സർവേ ജിയോളജിയും എല്ലാം ഒരു പരിശോധന ചെയ്തിട്ടുണ്ട്. ചില ടെസ്റ്റിംഗ് നമുക്ക് ഇപ്പോൾ ആവശ്യം ഉണ്ടാവും കംപ്ലീറ്റ് ഹെൽത്തിന് വേണ്ടി. പക്ഷേ ആസ് ഓഫ് നൗ നമുക്ക് ഇന്നലെ എഞ്ചിനീയർമാരും നോക്കി, ജിയോളജി നോക്കി, വളരെ നന്നായിട്ട് അവർ പരിശോധന ചെയ്തിട്ട് നമുക്കൊരു ഇൻഫോർമേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. PWD, NH, ജിയോളജി, സോയിൽ കൺസർവേഷൻ, നമ്മുടെ ഡെപ്യൂട്ടി കളക്ടേഴ്സ്, DM, വയനാടിൻ്റെ ടീം എല്ലാവരും ഒരു ഡീറ്റെയിൽ ആയിട്ട് പരിശോധന ചെയ്ത ശേഷം നമുക്ക് ഇപ്പോൾ ഈ സൊല്യൂഷൻ ആക്കി. ഫയർ ആൻഡ് റെസ്ക്യൂ പോലീസിൻ്റെ ഓഫ് കോഴ്സ് വർക്ക് ഒരുപാടുണ്ടായിരുന്നു. 26 രാത്രി 27 ഫുൾ ടൈം അവർ ഫയർ റെസ്ക്യൂ ഈ വർക്ക് ക്ലിയറിങ്ങിന് വേണ്ടി അവർ ശ്രമിക്കുന്നുണ്ട്. പോലീസിൻ്റെ സഹായം ഫയർ റെസ്ക്യൂവിലെ വർക്കും വളരെ ഒരു നന്നായിട്ടായിട്ട് ഞാൻ നോക്കുന്നുണ്ട് ഈ വിഷയത്തിൽ. സോ ഇപ്പോൾ ഫ്യൂച്ചറായിട്ട് ഞാനിപ്പോൾ ഇമ്മീഡിയറ്റ് തിരിച്ച് ജിയോളജി, സോയിൽ സർവേ ഈ പരിശോധനയിലേക്ക് വരും. കാരണം ഇപ്പോൾ ഹെവി വെഹിക്കിൾസ് ഇപ്പോൾ അലൗ ചെയ്യുന്നില്ല. ഹെവി വെഹിക്കിൾസും ബസ്സസ് ഇത് രണ്ട് ഇപ്പോൾ കൺസേൺ ആയിട്ട് ഞാൻ ഇപ്പോൾ നോക്കുന്നുണ്ട്. അതും നമുക്ക് അലൗ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. പക്ഷേ അതിൽ മുന്നേ കുറച്ചൊരു ടെസ്റ്റിംഗ്, ഒരു ഫിസിക്കലായിട്ട് ടെസ്റ്റ് നമുക്ക് ആവശ്യമുണ്ടാവും. അതിനുവേണ്ടി സോയിൽ സർവേ, ജിയോളജി എന്നെ ടെസ്റ്റിംഗ് ചെയ്തിട്ട് മോസ്റ്റ്ലി ഉച്ചയ്ക്ക് ശേഷം നമുക്ക് കുറച്ചൊരു ഡിസിഷൻ ഈ വിഷയത്തിൽ വരും. ഈ റോഡിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇപ്പോൾ കാണുന്നില്ല. ആ ഒരു സന്ദർഭത്തിൽ വലിയ വാഹനങ്ങൾ മാത്രം നിരോധിക്കുന്നതിൻ്റെ യുക്തി എന്താണെന്നുള്ള സംശയം. ഒരു ലോഡാണ് പ്രശ്നം, ലോഡാണ്. പിന്നെ ഒരു ട്രാഫിക് ബ്ലോക്ക് ആവുമ്പോൾ ഒരു റിസ്ക് നമുക്ക് കൂടുന്നുണ്ട്. ഇത് റിസ്ക് റിഡക്ഷൻ ആണ് നമുക്ക് ലോജിക്. കാരണം ഇപ്പോൾ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടെങ്കിൽ, ഇവിടെ ട്രാഫിക് ബ്ലോക്ക് ആണെങ്കിൽ നമുക്ക് ഇവിടെ റിസ്ക്കിലാണ്. കാരണം ഇമ്മീഡിയറ്റ് ആയിട്ട് ട്രാഫിക് മൂവ്മെൻറ്റ് വേണം. ആ ലോജിക്കാണ്. കാരണം വലിയ ഹെവി വണ്ടിയിലേക്ക് കുറച്ചൊരു സ്പീഡ് കുറവാണ്, മൊബിലിറ്റി കുറവാണ്. അതുകൊണ്ട് നമുക്ക് ഒരു റെസ്ട്രിക്ഷൻ ആണ് നമുക്ക് നോക്കുന്നുണ്ട്. പിന്നെ ലോഡും എക്സ്ട്രാ ആയിട്ട് വരുന്നുണ്ട്. അത് ചെക്കിങ് കുറച്ചൊരു ഉണ്ടെങ്കിൽ, പിന്നെ ഇപ്പോൾ ഡ്രൈ സ്പീഡ് നമുക്ക് കിട്ടി, കൂടുതൽ ഡ്രൈ സ്പെൽ കിട്ടുമ്പോൾ നമുക്ക് ഒരു സേഫ് ഔട്ട് നമുക്ക് നോക്കുന്നുണ്ട്. ഉണ്ടാവും മോസ്റ്റ് ലൈക്ലി. കാരണം ഇപ്പോൾ സിറ്റുവേഷനും എൻവയറമെൻറ്റ് കണ്ടീഷൻസും പിന്നെ സോയിൽ സർവേൻ്റെ സിറ്റുവേഷൻ നോക്കുമ്പോൾ നമുക്ക് അലൗ ചെയ്യണമെങ്കിൽ അലൗ ചെയ്യാം. പക്ഷേ ഇപ്പോൾ ഞാൻ പറയാൻ പറ്റത്തില്ല. കുറ്റ്യാടി ചുരം വഴി നമുക്ക് കുറച്ച് വണ്ടി പോകാനാണ്. വലിയ ലോഡ് ഇപ്പോൾ ആസ് ഓഫ് നോ നമുക്ക് കൂടുതൽ പ്രശ്നം വരുന്നില്ല. ഈ ചില ഓയിൽ കമ്പനീസ്, IOCL, BPCL അങ്ങനെ പറഞ്ഞ് അവർ കുറച്ച് എക്സ്ട്രാ ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. കാരണം മലപ്പുറം, കണ്ണൂർ വഴി പോകേണ്ടി വരും അല്ലെങ്കിൽ. പക്ഷേ ഞാൻ എല്ലാ ഏജൻസിയും പബ്ലിക്കായിട്ട് സഹായം ആവശ്യമുണ്ട്. ബിക്കോസ് അവരുടെ സപ്പോർട്ടാണെങ്കിൽ നമുക്ക് പബ്ലിക് സേഫ്റ്റിയിൽ അവർ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് മാത്രം നമുക്ക് ചെയ്യാൻ പറ്റും. ആൻഡ് ഇപ്പോൾ ഞാൻ തിരിച്ചു പറയാം, ഈ വിഷയത്തിൽ നമുക്ക് കൃത്യമായിട്ട് അറിയാം, താമരശ്ശേരി ചുരം ഒരു പ്രധാനപ്പെട്ട ലിങ്ക് റോഡാണ് കോഴിക്കോട് വയനാടിൽ. അതിൽ ഓണം സീസൺ സമയത്ത് ഓഫ് കോഴ്സ് പ്രശ്നം അധികമായിട്ട് വരും, ലോഡും ട്രാഫിക്കും അധികമായിട്ട് വരുന്നുണ്ട്. ബട്ട് താങ്ക്ഫുള്ളി ഇപ്പോൾ ഈ സിറ്റുവേഷൻ നമുക്ക് അവോയ്ഡ് ചെയ്തിട്ട് ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടില്ല, ഒരു ഇഞ്ചറി ഉണ്ടായിട്ടില്ല. ആൻഡ് നമുക്കൊരു റിസ്ക് അവോയ്ഡ് ചെയ്തിട്ട് നമുക്ക് ട്രാഫിക് മൂവ്മെൻറ്റിലാണ്. സോ ഇതാണ് ഇപ്പോഴുള്ള സിറ്റുവേഷൻ. യെസ് ഓഫ് കോഴ്സ്. കാരണം ഇപ്പോൾ റോഡിൻ്റെ മുകളിൽ നിങ്ങൾ ക്രാക്ക് നോക്കുമ്പോൾ ക്രാക്ക് ഇല്ല. പക്ഷെ അതിൽ താഴെ നമുക്കൊരു ഷ്യൂരിറ്റിയിൽ വേണ്ടി നമുക്ക് ചെക്ക് ചെയ്യേണ്ടി വരും. കാരണം കുറച്ച് കൺട്രോൾ എപ്പോൾ ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ട്രാഫിക് ഈ ഹെവി ട്രക്സ് അലൗ ചെയ്യുമ്പോൾ പിന്നെ കുറച്ചൊരു റെസ്ട്രിക്ഷൻ ഉണ്ടാവേണ്ട ആവശ്യം ഉണ്ടാവും. മൈ ഓൺലി ടാർഗറ്റ് ഇസ് ട്രാഫിക് ബ്ലോക്ക് ആൻഡ് ഒരു സ്വിഫ്റ്റ് മൂവ്മെൻറ്റ് വേണം. അതാണ് നമുക്ക് ടാർഗറ്റ്. അല്ല, ഇമ്മീഡിയറ്റ് അലാമിംഗ് കണ്ടീഷൻ നമുക്ക് കണ്ടിട്ടില്ല. കാരണം ഇപ്പോൾ അതിൽ സോയിലിൽ താഴെ നമുക്ക് നോക്കുമ്പോൾ കുറച്ചൊരു ടെസ്റ്റ് ആവശ്യമുണ്ട്. ഒരു മെഷീൻസ് നമുക്ക് അറേഞ്ച് ചെയ്യുന്നുണ്ട്. അത് അറേഞ്ച് ചെയ്തതിന് ശേഷം നമുക്ക് ക്ലിയർ ആയിട്ട് പിക്ചർ കിട്ടും. ഫിസിക്കൽ പരിശോധന നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ട്. ഞാനും നിങ്ങളെ വീഡിയോസ് കണ്ടിട്ട് കുറച്ചൊരു ഡീറ്റെയിൽ ആയിട്ട് പരിശോധന എനിക്ക് വന്നു. എൻ്റെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഡെപ്യൂട്ടി കളക്ടർ പോയി, തഹസിൽദാർ അവിടെ ഫുൾ ടൈം ഇവിടെ ഉണ്ടായിരുന്നു. സോ അതനുസരിച്ച് നമുക്ക് ബേസിക് ആണ്. ഇപ്പോൾ ഈ റോക്ക് സ്ലൈഡാണ്. ഇവിടെ ലാൻഡ് സ്ലൈഡ് പോലെയല്ല, മണ്ണ് അത്ര കൂടുതലില്ല, ഇവിടെ റോക്സ് മാത്രമേ ഉള്ളൂ. ആൻഡ് അതിലൊരു സ്റ്റേബിൾ സ്ട്രക്ചർ ആയിട്ട് നമുക്ക് നോക്കുന്നുണ്ട്. ബട്ട് ലെറ്റ് us see what is to be done. എക്സ്പെർട്ട്മാർ പറയാം.